സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. അധികാരത്തോടുള്ള ആർത്തി അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് തന്നെ പോയത്. യഥാർത്ഥത്തിൽ പത്മജയെ പോലെ ശ്രീ കരുണാകരൻ്റെ മകൾ ഒരിക്കലും പോകാൻ പാടില്ല. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റാണ്, ഇത്തവണ 20-20 ആണ്. പത്മജ പോയാലും അനിൽ ആൻ്റണി പോയാലും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കും. മുഴുവൻ സംസ്ഥാനങ്ങളിലും അവർ ചാക്കുമായിട്ട് നടക്കുക. ഏത് കോൺഗ്രസ് നേതാവിനെ കിട്ടും? അനിൽ ആൻ്റണിയെ KPCCയുടെ ഭാരവാഹിയാക്കാൻ അന്ന് തീരുമാനിച്ച അവസരത്തിൽ ആൻ്റണിയാണ് പറഞ്ഞത്, ഒരു കാരണവശാലും ഞാനിപ്പോൾ ഇങ്ങനെ ഈ മുഖ്യ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോൾ എൻ്റെ മകനെ സെക്രട്ടറി ആക്കരുതെന്ന് പറഞ്ഞത് എനിക്കറിയാം. കെ കരുണാകരൻ്റെ കുടുംബത്തിന് കോൺഗ്രസ് നൽകിയിട്ടുള്ള പരിഗണന മുൻകാലത്ത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റം വന്നു. അവസരവാദികൾ, അധികാരമോഹികൾ, അഴിമതിക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു കാലമാണ്. കെ ആന്റണി ഒരിക്കലും ആശ്രിത വത്സലനായിട്ടില്ലേ? ഒരിക്കലുമില്ല. അദ്ദേഹം സ്വന്തം മകന് വേണ്ടി പോലും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ കെ ആന്റണി ആരുടെയും ശുപാർശ, അദ്ദേഹത്തിൻ്റെ ആദർശം, അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ രാഷ്ട്രീയം. ശ്രീ കെ കരുണാകരന് പോലും ഭയമുണ്ടായിരുന്ന ഒരു നേതാവ് ഉമ്മൻചാണ്ടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിന് മറുതന്ത്രം അതുപോലെ പ്രയോഗിക്കാനുള്ള ചാതുര്യം ഉമ്മൻചാണ്ടിക്കും. തെരഞ്ഞെടുപ്പിനകത്ത് കൃത്രിമം ഉണ്ടാവും, ഞാൻ ബലമായി സംശയിക്കുന്ന ആളാണ്. ദേശീയ നേതാക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം BJPയുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങളുണ്ട്, പട്ടാളവും പോലീസും സിവിൽ സർവീസും അവരുടെ കയ്യിലാണ്. സമുന്നത കോൺഗ്രസ് നേതാവും UDF കൺവീനറുമായ ശ്രീ MM ഹസനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ MM ഹസൻ. നമസ്തേ. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള UDF സ്ഥാനാർത്ഥി നിർണയം എല്ലാം പൂർത്തിയായി. എങ്ങനെയുണ്ട് ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിലെ ജയസാധ്യത? കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റാണ്, ഇത്തവണ 20-20 ആണ്. 20 സീറ്റും ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം തന്നെ അതിനനുകൂലമായിട്ടുള്ളതാണ്. അതിനനുസരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. അനുകൂല സാഹചര്യമാണെങ്കിലും പക്ഷേ ഓരോ ദിവസവും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഇപ്പോൾ താങ്കൾ വളരെ സീസൺഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. പ്രത്യേകിച്ചും കെ കരുണാകരനോടും AK ആൻ്റണിയോടും ഒപ്പം ദീർഘകാലം പ്രവർത്തിച്ച് പരിചയസമ്പന്നനായ നേതാവുമാണ്. ഇപ്പം AK ആൻ്റണിയുടെ മകൻ BJP പോയതിന് പുറമെ ലീഡർ കെ കരുണാകരൻ്റെ മകളും BJP ചേർന്നിരിക്കുകയാണ്. അന്നേരം കോൺഗ്രസ് മുങ്ങുന്ന കപ്പലായി മാറുകയാണ്. കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാവില്ല. ഈ കെ കരുണാകരൻ്റെ മകൾ പത്മജയായാലും നേരത്തെ ശ്രീ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ആയാലും അവരാരും ഈ പാർട്ടി വിട്ട് BJPയിലേക്ക് പോയതുകൊണ്ട് പാർട്ടിക്കൊന്നും സംഭവിക്കാൻ പോകില്ല. അവർ പോയപ്പോൾ അവരല്ലാതെ അവരുടെ ഒപ്പം ഒരാൾ പോലും പോകാനില്ല, പോവുകയുമില്ല. പിന്നെ ഇവരൊക്കെ വാസ്തവത്തിൽ അധികാരത്തിൽ ശ്രീ പത്മജ പറഞ്ഞത് അവർക്ക് അവഗണന നേരിടുന്നു. എന്ത് അവഗണന അവർക്കുണ്ടായത്? അവരെ കാലുവാരി തോപ്പിച്ചതാണ്. പരാതി അത് അവഗണിച്ചു. 3 തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ അവസരം കൊടുത്തില്ലേ? കോൺഗ്രസിനകത്ത് അതുപോലെ ഇതുപോലുള്ള പരാതികൾ തോക്കുന്നവരെല്ലാം എപ്പോഴും പറയുന്ന ഒരു പരമ്പരാഗത പരാതികൾ. ആ പരാതിക്കൊന്നും കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വർഷം 2 കഴിഞ്ഞില്ലേ? പത്മജി പോകണം വയ്ക്കുന്നതിന് മുമ്പ് പോകാമായിരുന്നില്ലേ? അപ്പം അതല്ല, അധികാരത്തോടുള്ള ആർത്തി അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ BJPയിലേക്ക് തന്നെ പോയത്. യഥാർത്ഥത്തിൽ പത്മജയെ പോലെ ശ്രീ കരുണാകരൻ്റെ മകൾ ഒരിക്കലും പോകാൻ പാടില്ല. കേരളത്തിൽ BJPയുടെ മുന്നേറ്റത്തെ തടുത്തു നിർത്തിയ ശ്രീ കെ കരുണാകരൻ ഒരു വിന്ധ്യാപർവ്വതം പോലെയാണ്. BJP കേരളത്തിലേക്ക് കടന്നു വരുന്നതിനെ ശ്രീ കെ കരുണാകരൻ തടുത്തു നിർത്തി. അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ശ്രീ മുരളി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുരളി പറഞ്ഞതാണ് കറക്റ്റ്. അച്ഛൻ്റെ ആത്മാവിനാണ് ഇതിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ലീഡറുടെ മകൾ എന്തുകൊണ്ട് പോയി എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എന്തോ അധികാരമോഹം കൊണ്ടുപോയി. അവര് പറയുന്നത് എന്നെ BJP ആക്കിയത് കോൺഗ്രസ് ആണെന്ന്. അതൊക്കെ കാരണം അവർ 2 വർഷമായി പരാതി കൊടുത്തിട്ട്, അവരെ തോൽപ്പിച്ചവരുടെ പേരടക്കം പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായില്ല. ഒന്ന്, സോണിയാഗാന്ധിയെ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായിട്ട് അതൊരു വലിയ കാര്യം. 2 കാരണങ്ങളും പുറത്തു പോകാൻ അവർക്ക് BJP പോകാൻ മതിയായ കാരണങ്ങളേ അല്ല. പണ്ട് അച്ഛൻ്റെ കാലത്ത് എപ്പോൾ പോയാലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കാണാൻ അവസരം കിട്ടുന്നവരാണ്.
സോണിയാഗാന്ധി കുറേ കാലമായിട്ട് വിസിറ്റേഴ്സിന് ഇപ്പോൾ ഞങ്ങളൊക്കെ പോയാലും അവർക്ക് ഈ അസുഖം വന്നതിന് ശേഷം വിസിറ്റേഴ്സിനെ വളരെയധികം നിയന്ത്രിക്കുന്ന ഈ ശ്രീമതി പത്മജ വേണുഗോപാൽ ഈ പറഞ്ഞ പരാതി അതിനൊക്കെ നടപടികളെടുത്തു. ഇലക്ഷനിൽ തോറ്റ ആളുകളെല്ലാം പറയുന്ന പരിപാടി അവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. പത്മജയുടെ അതിന് സമാനമായ ഒരുപാട് പരാതികൾ പരാജയപ്പെട്ട പല സ്ഥാനാർത്ഥികളെ ഇന്നുണ്ടായിട്ടുണ്ട്. കമ്മിറ്റി വെച്ചു, പരിശോധിച്ചു, ചിലർക്ക് താക്കീത് കൊടുത്തു, ചിലരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 2 കൊല്ലമായിട്ട് പോകാതെ ഇപ്പോൾ ഈ കാരണം പറയുന്നത് ജനങ്ങളോ കോൺഗ്രസ് പ്രവർത്തകരോ ഈ കാരണമൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല. പക്ഷെ ലീഡറുടെ മകളും പോയി, ഇനി ആർക്ക് വേണമെങ്കിലും പോകാമല്ലോ എന്നുള്ളൊരു പ്രതീതി. അത് ലീഡർ ഈ പാർട്ടിയിൽ നിന്ന് പോയ ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം പോയതുപോലെ തന്നെ വളരെ താല്പര്യത്തോടു കൂടി മടങ്ങി വന്നു. ഒരിക്കലും ലീഡർ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ പറയും, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ കോൺഗ്രസ് പതാക പുറത്തിരിക്കും, മരിക്കണം. അങ്ങനെയുള്ളൊരു ലീഡറുടെ മകൾ വാസ്തവത്തിൽ ഇപ്പോൾ ഞാനും അച്ഛനുമൊക്കെ പാർട്ടിയിൽ അസംതൃപ്തരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരാ ഇത് വിശ്വസിക്കുന്നത്? ലീഡർ പോയി തിരിച്ചു വന്നതുപോലെ തെറ്റിദ്ധരുത്തി പത്മജ വരുമെന്ന് കരുതുന്നുണ്ട്. പത്മജ വരികയോ വരാതിരിക്കുകയോ അതൊന്നും കേരളത്തിലെ കോൺഗ്രസിനൊരു പ്രശ്നമേ അല്ല. പത്മജ പോയാലും അനിൽ ആൻ്റണി പോയാലും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല. പക്ഷേ ആധുനിക രാഷ്ട്രീയ കേരളത്തിൽ ഇതൊക്കെ BJPക്ക് നല്ല പ്രചരണത്തിന് വകയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റും. അത് ദേശീയ തലത്തിൽ എല്ലാവർക്കും മുഴുവൻ സംസ്ഥാനങ്ങളിലും അവർ ചാക്കുമായിട്ട് നടക്കുക. ഏത് കോൺഗ്രസ് നേതാവിനെ കിട്ടും, ആ ചാക്കി കയറ്റുക, പണം കൊടുക്കുന്നു, പദവി കൊടുക്കുന്നു. അതൊക്കെ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ. അവിടെയെല്ലാം ഓരോ ഈ ആയാറാം കയറാന്മാരുടെ രാഷ്ട്രീയമാണ് അവിടെയുള്ളത്. അതിപ്പോൾ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വരില്ല. കേരളത്തിലെ ഞാൻ ചോദിക്കട്ടെ, മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ ഒരുപാട് പേര്, മുരളി ഉൾപ്പെടെയുള്ളവർ പ്രധാന നേതാക്കളല്ലേ, ആരെങ്കിലും ഒരാൾ BJPയിലേക്ക് പോയോ? അല്ല, ഇനിയിപ്പോൾ പോവില്ലെന്ന് എങ്ങനെ ഉറപ്പിച്ച്? ഇനി പോവില്ലെന്ന് ഞങ്ങൾക്ക് പറയും. കാരണം കോൺഗ്രസിലെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, ഞങ്ങളുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകളോ എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും അധികാരമോഹം ഉണ്ടെങ്കിൽ അവർ പോട്ടെ. അല്ല, ഇപ്പോൾ ആധുനിക രാഷ്ട്രീയ കേരളത്തിൽ കെ കരുണാകരനിൽ നിന്നും AK ആൻ്റണിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഒരുപാട് നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട്. പക്ഷേ അവരുടെ മക്കൾ തന്നെ ആ പാർട്ടി വിട്ട് BJP ചേരുമ്പോൾ ആർക്ക് വേണമെങ്കിലും പോകാമെന്നുള്ള ഉൾക്കൊണ്ട ഒരാൾ പോലും ഈ പാർട്ടി വിട്ടു പോവില്ല. അവരുടെ മക്കൾ പോയത് അധികാരമോഹം മാത്രമല്ല, അധികാരമോഹം ഈ പാർട്ടിയിലാവാം. അവർക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ അധികാരമോഹം അംഗീകരിക്കുകയും അർഹമായ പരിഗണന കൊടുക്കുകയും ചെയ്തു. AK ആൻ്റണിയുടെ മകനെ AICCയുടെ ഡിജിറ്റൽ ഈ സെല്ലിൻ്റെ കൺവീനറായിട്ട് വെച്ചില്ലേ, കേരളത്തിൽ വെച്ചില്ലേ. BJP അവരെ ദേശീയ സെക്രട്ടറി ആക്കി. അത് BJPക്ക് ഇതുപോലുള്ള ആളുകളെ പ്രൈം സീറ്റ് കൊടുത്ത് അവരുടെ അതല്ല, അനിൽ ആൻ്റണിയെ KPCCയുടെ ഭാരവാഹിയാക്കാൻ അന്ന് തീരുമാനിച്ച അവസരത്തിൽ ആൻ്റണിയാണ് പറഞ്ഞത്, ഒരു കാരണവശാലും ഞാനിപ്പോൾ ഇങ്ങനെ ഈ മുഖ്യ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോൾ എൻ്റെ മകനെ സെക്രട്ടറി ആക്കരുതെന്ന് പറഞ്ഞത് എനിക്കറിയാം. അല്ലാതെ പരിഗണിക്കാതിരുന്നിട്ടല്ല. പക്ഷെ അവർക്കെല്ലാം വേണ്ട പരിഗണന കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആർത്തിയാണ് അധികാരത്തിലേക്ക് വരണം, MP ആകണം, കേന്ദ്രമന്ത്രിയാവണം. അതിനൊക്കെ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ച് അവരുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ഘട്ടത്തിൽ അതിലെല്ലാം അർഹിക്കുന്ന അംഗീകാരം കിട്ടും. പത്മജയ്ക്ക് 2-3 അവസരത്തിൽ ഇലക്ഷൻ ഇവിടെ ഗവൺമെൻറ് വന്നപ്പോൾ പത്മജ KTDCയുടെ ചെയർപേഴ്സണായിരുന്നു, KPCCയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി. ഇതിപ്പോൾ ഈ ഏറ്റവും റീസെൻ്റായിട്ടാണല്ലോ രാഷ്ട്രീയ കാര്യസമിതി പുനഃസംഘടിപ്പിച്ചത്. അതിൽ പത്മജ ഉണ്ടല്ലോ. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരും ഇല്ലേ? അച്ഛൻ K കരുണാകരൻ്റെ കുടുംബത്തിന് കോൺഗ്രസ് നൽകിയിട്ടുള്ള പരിഗണന മുൻകാലത്ത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുള്ളൂ. അല്ല, നരേന്ദ്രമോദി പറയുന്നത് കോൺഗ്രസിന്റെ കുടുംബാധിപത്യം ആ പാർട്ടിയെ തകർക്കുമെന്നാണ്. അതെ, മല്ലികാർജ്ജുൻ ഖാർഗെ ഇവർ പിടിച്ചെടുത്ത ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ പിടിച്ചെടുത്ത നേതാക്കന്മാരുടെ മക്കളുടെ ഒരു ചിത്രം രാജ്യസഭയിൽ പറഞ്ഞല്ലോ. നിങ്ങൾ കുടുംബാധിപത്യം എന്ന് പറഞ്ഞ് എതിർക്കുകയും ആ കുടുംബാധിപത്യം പറഞ്ഞ് നിങ്ങൾ എതിർത്ത ആരൊക്കെയോ അവരെയൊക്കെ നിങ്ങളെ പാർട്ടിയിലേക്ക് ഉൾക്കൊള്ളുക. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അല്ല, പക്ഷേ ഈ പറയുന്ന കണക്ക് അവർ മക്കളാണെങ്കിലും എല്ലാം അവർ പോവുമല്ലേ? അതെ, എപ്പോഴും ഈ അധികാരത്തോടൊപ്പം ഒട്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇവരൊക്കെ കണ്ടു വളർന്നത് അച്ഛൻ്റെ അധികാരത്തിൻ്റെ തണലിലല്ലേ ഇവരെല്ലാം രാഷ്ട്രീയം ചിന്തിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ അടിയുറച്ച് നിൽക്കുന്നില്ലേ.
ഈ ഒറ്റപ്പെട്ട 1-2 പേർ പോയത് അവർക്കൊക്കെ അധികാരത്തോടുള്ള ആർത്തിയാണ്. കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവരായിരുന്നു അവരെന്നല്ലേ അവരുടെ ഈ കൂറുമാറ്റത്തിലൂടെ തെളിയുന്നത്. പക്ഷെ പത്മജ പോയതിനെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ പലരും BJP നേതൃത്വവുമായി ചർച്ച നടത്തിയവരാണെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. അതൊക്കെ വെറുതെ. അതായത് BJPക്കാർ മുഴുവൻ ആളുകളെയും കണ്ട് ചർച്ച നടത്തുക, ആളെ കിട്ടാനും കിട്ടിയില്ലെങ്കിലും അവർ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക. അങ്ങനെ കേരളത്തിലെ പല നേതാക്കളെയും അവർ വാസ്തവത്തിൽ അവർ പോകുന്നതും കാണുന്നതും എല്ലാം ആരെയാ? ഈ കോൺഗ്രസ്സിലെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ കാണുന്നുള്ളൂ. മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരെയും പോയി കാണുന്നില്ല. എന്തിനാ? ഇവരെ BJPക്കോട് ഇവരോട് ആഭിമുഖ്യമുണ്ട് എന്ന പ്രചരണത്തിന് വേണ്ടിയാണ്. അതെല്ലാം വളരെ ടാക്ടിക്സ് അവരുടെ ബോധപൂർവ്വം ഉള്ളതാണ് കേരളത്തിൽ പ്രചരിപ്പിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കൾ വരും. സുരേന്ദ്രൻ്റെയൊക്കെ മെയിൻ ജോലി അതാണല്ലോ. മാർക്സിസ്റ്റ് നേതാക്കളുമായി അവർക്ക് രഹസ്യബന്ധമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അന്തർധാരയിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കും. അവരുമായിട്ട് രഹസ്യബന്ധം വെച്ച് കേസുകൾ പിൻവലിപ്പിക്കും. ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ പ്രചരണം എന്താ? അവർ നടത്തുന്ന അതേ പ്രചരണം തന്നെയാണ് CPM നടത്തുന്നത്. ഇന്നലെ പത്മജ പോയതിനെക്കുറിച്ച് എം വി ഗോവിന്ദൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞെന്താ? ഈ മക്കളെയൊക്കെ വളർത്തുന്നത് BJPക്ക് ദാനം കൊടുക്കാനാണോ? മുഖ്യമന്ത്രി മറ്റൊന്നുകൂടെ പറഞ്ഞു, എല്ലിൻ കഷ്ണം ഇട്ട് കൊടുത്താൽ പോകാൻ നിൽക്കുന്നവരാണ് കോൺഗ്രസ്. അല്ലല്ല, എല്ലിൻ കഷ്ണം ഇട്ട് കൊടുത്താൽ പോകാൻ നിൽക്കുന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെയും മകനെയും കുറിച്ചൊക്കെ പുറത്തു വരുന്ന ആരോപണങ്ങൾ കേട്ടാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസ്റ്റ് നേതാക്കളുടെയൊക്കെ മക്കൾക്ക് ശതകോടീശ്വരന്മാരാകാനുള്ള അവസരം അവരുണ്ടാക്കി കൊടുക്കുക. വ്യക്തി ആരോപണങ്ങളാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ പറഞ്ഞു, ഞാൻ പരിപൂർണമായി അസംതൃപ്തനാണ്. എന്താ? മക്കളുടെയൊക്കെ അവരോട് നേരിട്ട് സ്വകാര്യ സംഭാഷണത്തിൽ പറയും. അല്ല, സ്വകാര്യ സംഭാഷണത്തിൽ പലതും പറയും. പക്ഷേ പരസ്യമായിട്ടൊരു നിലപാടെടുക്കുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ പരസ്യമായിട്ടൊരു നിലപാടെടുത്താൽ അവർക്കറിയാം അവരെ കാല് വിട്ടും കൈവിട്ടും. കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ്സിനകത്ത് ഇങ്ങനെ 1-2 പേര് പോയത് ഒരു ചർച്ച. ഇപ്പം താങ്കൾ തന്നെ ഇത്രയും ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ്? ഇവരെടുത്തിട്ടുള്ള അവസരവാദപരമായ നിലപാടുകളുണ്ട്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീർച്ചയായിട്ടും പ്രചരണമാണ്. ഈ പ്രചരണത്തെ ഞങ്ങൾ പ്രതിരോധിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാരും UDFകാരും ഇവരെയൊക്കെ ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാമല്ലോ, ഇവരെയൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് കറിവേപ്പില പോലെ ചിലപ്പോൾ പുറത്തെടുത്ത് കളയുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. കോൺഗ്രസിന് ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് പത്മജയുടെ പ്രധാന. പിന്നെ കോൺഗ്രസിന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചാണ് 11 മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഇന്ന് BJPയിലാണ്. ആ ഒരു കൾച്ചർ അല്ലെ, ആ ഒരു ഉത്തരേന്ത്യൻ സംസ്കാരം കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു തുടക്കമല്ലേ ഇത്? അതല്ല, കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റം വന്നു. അവസരവാദികൾ, അധികാരമോഹികൾ, അഴിമതിക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു കാലമാണ്. പക്ഷേ ആ ഒരു കൾച്ചർ ഇങ്ങോട്ട് വന്നു എന്ന് പറയാൻ, കോൺഗ്രസ്സിൽ വന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം സമയമായിട്ടില്ല. അല്ലല്ല, കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിലുള്ള ആരാണ് BJPയിലേക്ക് പോയത്? ഇവർ 2 പേരുടെയും കാര്യം ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. അവർ 2 പേരും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നുമല്ല, പോയതുകൊണ്ട് പാർട്ടിക്കൊന്നും സംഭവിക്കാനുമില്ല. ദേശീയ നേതൃത്വത്തെ കാണുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. ഇപ്പോൾ സോണിയാഗാന്ധി അസുഖമായ ശേഷം കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ സമുന്നതരായ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഡൽഹിയിൽ ചെന്ന് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി എത്രയോ സമയം കാത്തു കെട്ടിക്കണം. അതൊന്നും മാത്രമല്ല, ഇപ്പം ഹിമാനന്ദ ബിശ്വ ശർമ്മ അല്ലെങ്കിൽ ജഗ്മോഹൻ റെഡ്ഡി ഇവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നതിൻ്റെ കാരണം തന്നെ ഈ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു പക്വതയില്ലായ്മയോടില്ലേ രാഹുൽ ഗാന്ധിയുടെ? അല്ല, രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ലാതൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹം വളരെ പക്വതയുള്ള, വളരെയധികം സീനിയേഴ്സിനെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. ഇതൊക്കെ അവരുടെയൊക്കെ ഓരോ പുറത്തു പോയതിന് ന്യായീകരണം കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം അങ്ങനെ ആർക്ക് വേണമെങ്കിലും രാഹുൽ ഗാന്ധിയെ കാണാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നല്ലേ ഈ ഭാരത് ജോഡോ യാത്ര നടത്തി. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്ത. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്തും സംസാരിക്കാം, ആർക്കും സംസാരിക്കാം. എല്ലാവരോടും അദ്ദേഹം വളരെയധികം പേഷ്യൻ്റായിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നയാളാണ്. ഇതൊക്കെ ഓരോരുത്തരും പറയുന്ന ആരോപണമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വീണ്ടും മത്സരിക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും UDFിൻ്റെയും എല്ലാം ആഗ്രഹം. അതനുസരിച്ച് അദ്ദേഹം വഴങ്ങിയിട്ടുമുണ്ട്. അത് പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഗുണകരമല്ലെന്നൊരു വാദം CPIക്കുണ്ട്. CPIക്ക് മനസ്സിലാക്കാം. CPIയുടെ സ്ഥാനാർത്ഥി വയനാട് മത്സരിക്കുന്നതുകൊണ്ടാണ് അവരിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ സഖ്യം ബാധകമല്ലെന്ന് നേരത്തെ തന്നെ കേരളം, ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് എന്താണ് സംഭവിക്കാൻ പോണത്? ഇപ്പം വിനോദ വിശ്വത്തിൻ്റെ അഭിപ്രായ പ്രകടനം ആവർത്തിച്ച് നടത്തുന്നു. ഇനി രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നില്ല എന്നിരിക്കട്ടെ, CPI ജയിക്കുമോ? കേരള രാഷ്ട്രീയം അറിയുന്നവരല്ലേ നിങ്ങളെല്ലാം. അല്ല, ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് വന്ന് ഈ മുന്നണിക്കെതിരെ മത്സരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്തല്ല 2 സ്ഥലത്ത് മത്സരിക്കാനിടയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അല്ല, ഉത്തരേന്ത്യയിൽ മത്സരിച്ച് ജയ ഉറപ്പില്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്നു എന്നുള്ളൊരു വിമർശനമാണ് അവർ. അതല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഈ വയനാടിനോട് എന്തെന്നില്ലാത്ത ഒരു അഫക്ഷനുള്ള ഒരു നേതാവാണ് അദ്ദേഹം. വാസ്തവത്തിൽ വയനാട് വിട്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ മനസ്സനുവദിക്കുന്നില്ല. വയനാടിൽ നിന്ന് അദ്ദേഹം മാറിപ്പോകാൻ കേരളത്തിലെ കോൺഗ്രസും അനുവദിക്കാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇന്ത്യ മുന്നണി ബാധിക്കില്ല. അത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ പരസ്യമായിട്ട് വലിയ സൗഹൃദം നടിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് പഴമ ശത്രുതയാണെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ മറനീക്കി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ്, ഉമ്മൻചാണ്ടി മരിച്ച ശേഷമുള്ള തെരഞ്ഞെടുപ്പ് വിജയവേളയിലുള്ള സംഭാഷണം, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, അതൊക്കെ താങ്കൾ പറഞ്ഞത് അതൊക്കെ മോശമാണ്, സമ്മതിച്ചു. പക്ഷേ സുധാകരൻ ബോധപൂർവം പറയുന്നൊന്നുമല്ല. അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. അത് മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ചതാണ്, തെറ്റിദ്ധരിക്കുന്നതാണ്. അപ്പോൾ സുധാകരനോട് ഞങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുമൊക്കെ ചില സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ വളരെ ഖേദത്തോടു കൂടി തിരുത്തിയിട്ടുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് സുധാകരൻ്റെ സംസാരത്തോടും പ്രവർത്തന ശൈലിക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ കണക്കിലെടുത്തൊരു മാർജിൻ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പക്ഷേ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമില്ല. കാരണം പ്രത്യേകിച്ച് ജനങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിക്കില്ലല്ലോ. പാർട്ടിക്ക് ദോഷം വരുത്താൻ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രോണിക് മീഡിയയുടെ കാലത്ത് ഇതെല്ലാം വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം വാർത്തകളോ പദങ്ങളോ പുറത്തു വരാൻ പാടില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ അതാത് സമയത്ത് മാധ്യമങ്ങളിൽ ഇത് വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകർ ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം പലതും തിരുത്താറുണ്ട്. അതല്ലാതെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം പത്രത്തിൽ വന്നു. അതിൻ്റെ കാര്യത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും പാർട്ടിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായത്തിന് കൂട്ടം വരും. അത് പരമാവധി അദ്ദേഹം ആത്മനിയന്ത്രണം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ ഇത് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ UDF കൺവീനർ എന്നുള്ള നിലയിൽ അങ്ങയുടെ ഉത്തരവാദിത്തം പോലെ ഈ 20 സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങനെയുള്ളൊരു അവസരത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് എത്രമാത്രം ഗുണം ചെയ്യും? അങ്ങനെയാണ് ഈ പദവി മാറി ആർക്കെങ്കിലും ചുമതല കൊടുക്കേണ്ടത്? അതല്ല, അത് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം, കണ്ണൂർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി KPCC പ്രസിഡന്റാണ്. അതുകൊണ്ടാണ് പാർട്ടി അദ്ദേഹം നേരത്തെ തന്നെ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ പാർട്ടി വളരെ ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശം കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പുതിയ തലമുറ വളർന്നു വരുന്നില്ല എന്നുള്ളൊരു സൂചന കൂടിയല്ലേ അതിൽ? പുതിയ തലമുറയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ, നിയമസഭയിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെ പേര് വടകരയിൽ വരുന്നു. അത് മാത്രം. പക്ഷേ എന്നാൽ അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളോട് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളോട് കോൺഗ്രസിനുള്ള അവഗണന ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിലും തുടരുകയല്ലേ? അതല്ല, കോൺഗ്രസ് കഴിഞ്ഞ തവണയും UDFന് കോൺഗ്രസ്സിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാനാർത്ഥി തോറ്റുപോയി. അതുകൊണ്ടാണ് ഇത്തവണ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലം നോക്കുക. യഥാർത്ഥത്തിൽ 2 പേരെ നിർത്തേണ്ടതുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ 2 പേരെ നിർത്താൻ കഴിയില്ല. അത് ഈഴവ സമുദായത്തോടും ഈഴവ സമുദായത്തിൽ രണ്ട് പ്രതിനിധികളുണ്ട്. അവരിൽ ഒരാളെ പോലും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. സമുദായ സമവാക്യങ്ങളൊക്കെ പാലിക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശക്തമായിട്ടുള്ള സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ പിന്നോക്ക വിഭാഗങ്ങളോട് കോൺഗ്രസ് അവഗണന കാണിക്കുന്നുണ്ടെന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രകടമായിരുന്നു. എത്ര പേര് ജയിച്ചു വന്നുള്ള കണക്കെല്ലാം ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അതൊക്കെ മൊത്തം ജനറൽ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ്.
ഇപ്പം താങ്കൾ UDF കൺവീനറാണ്. താങ്കൾ പാർലമെൻ്ററി രാഷ്ട്രീയം അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് പിന്മാറുകയാണ്. പിന്മാറിയിട്ടൊന്നുമില്ല. താങ്കളുടെ പേരും വളരെ സജീവമായി പരിഗണിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്. വയനാട് പോലുള്ള ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ എൻ്റെ പേര് പരിഗണിക്കുമെന്ന് പത്രങ്ങളിലൊക്കെ വന്നത് ആ അർത്ഥത്തിലാണ്. ഞാൻ തീർച്ചയായിട്ടും ഈ ആലപ്പുഴ ഉള്ള ഒരു സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കാത്തതിന് കാരണം അവിടെ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളത് CKC വേണുഗോപാലിനാണ്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം അദ്ദേഹത്തോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. എന്തായാലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ കെ കരുണാകരനുമായിട്ടും AK ആന്റണിയുമായിട്ടും വളരെ ദീർഘകാലം, പ്രത്യേകിച്ച് താങ്കൾ ഒരു വിഭാഗത്തിൻ്റെ നേതാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ലീഡർ ഇപ്പം പറഞ്ഞ പോലെ DIC പാർട്ടി രൂപീകരിച്ച് പിന്നെ തിരിച്ചു വന്നു. ആ ഒരു അന്നെല്ലാം വളരെ വലിയ ഗ്രൂപ്പും വളരെ ശക്തമായ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പിൻവലിച്ച് വീണ്ടും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുണ്ട്. പക്ഷേ അന്നത്തെ ആ ഒരു കോൺഗ്രസ്സിൽ എങ്കിലും ആ പാർട്ടി എന്നുള്ളൊരു വികാരം അത് ഇന്ന് വളരെയധികം കുറഞ്ഞു പോയില്ലേ? പാർട്ടി അതിപ്പോൾ വ്യക്തി താല്പര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ലേ? അതിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലെ രാഷ്ട്രീയത്തിലും എല്ലാം കാഴ്ചപ്പാടുകളിൽ, മൂല്യങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയിലൊക്കെ മാറ്റം വരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും പാർട്ടി എടുക്കുന്ന തീരുമാനം ഒറ്റക്കെട്ടായി എല്ലാവരും അംഗീകരിക്കുകയും പരമാവധി പാർട്ടിക്കകത്ത് ഐക്യത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ നേതൃത്വവും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഇത് പറഞ്ഞാണ് കോൺഗ്രസ് ഇപ്പോൾ മോദിക്കൊരു എന്താ ഒരു ബദൽ. പക്ഷേ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UPA സർക്കാർ അധികാരത്തിൽ വന്നേക്കും എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തീരെ ദുർബലമായി മാറുകയല്ലേ? ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രസക്തി കുറയുന്നു. അല്ല, കയ്യിലുള്ള സംസ്ഥാനങ്ങൾ പോകുന്നു, അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിൽ പോലും കൂറുമാറി അപ്പുറത്ത് ചാടുന്നു. അതെ, പല സംസ്ഥാനങ്ങളിലും തിരിച്ചധികാരത്തിൽ വന്നല്ലോ. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലും കർണാടകയിലും തെലുങ്കാന. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും കാണുന്നൊരു രാജസ്ഥാനും മധ്യപ്രദേശും പോയി. അതെ പോയി, അതെ തെരഞ്ഞെടുപ്പിൽ പോയി. പക്ഷേ അവിടെ ശക്തമായിട്ടുള്ള ഒരു ജനങ്ങളുടെ പിന്തുണ തെളിയിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടത്. അതിന് കാരണം BJP അതുപോലെയാണ്. ആളും അർത്ഥവും ഇറക്കി എന്തൊക്കെ എല്ലാ സംവിധാനങ്ങളും കയ്യിലടക്കി അതിതീവ്രമായ വർഗീയത ആളെ കത്തിച്ചല്ലേ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോ, രാമക്ഷേത്രം അതൊക്കെയാണ് അവരുടെ പ്രധാന മുദ്രാവാക്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതായിരുന്നു. അപ്പോൾ ആ വർഗീയതയോട് ഏറ്റുമുട്ടി വിജയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ പരമാവധി ശക്തി സംഭരിച്ചുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ ഇറങ്ങിയത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനം കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കാനൊരു പ്രധാന കാരണം അതാണ്. പക്ഷേ ഇന്ത്യ സഖ്യം നമുക്കെല്ലാവർക്കും അറിയാം, വിചാരിച്ചതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം ഐക്യം ഉണ്ടാകാത്തതിൻ്റെ പിന്നിലുള്ള പ്രധാന ശക്തി BJP ഗവൺമെന്റ്. BJP എപ്പോഴും വരെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമല്ലേ? അതിനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ അതെ, പക്ഷേ അധികാരം കയ്യിലുള്ളത് കൊണ്ട് ഈ പ്രതിപക്ഷം ഇപ്പോൾ BJPയുടെ കൂടെ നിൽക്കാതിരിക്കുന്ന ആളുകളുടെ പേരിൽ ED അന്വേഷണം നടത്തുക, അവരെ അറസ്റ്റ് ചെയ്യുക, എല്ലാ തരത്തിലുള്ള ആ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ UPയിൽ അഖിലേഷ് യാദവും പിന്നെ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ അതുപോലെ മഹാരാഷ്ട്രയിലൊക്കെ നിൽക്കുന്നത്. അപ്പം സർവശക്തി ഉപയോഗിച്ചാൽ ഇനി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചാലോ അവിടെ MLA-മാരെ കൂറുമാറ്റുക, അവരുടെ കാല് മാറ്റുക, അവർക്ക് പണം കൊടുത്തുക, അവിടെയെല്ലാം ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു പാർട്ടി അധികാരത്തിലിരിക്കുക. പക്ഷെ അതിന് നിന്നു കൊടുക്കാൻ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. അല്ല, ഹിമാചൽ പ്രദേശിൽ പോലും അധികാരത്തിൽ ഇരിക്കുന്ന മന്ത്രിസഭ എപ്പോൾ വേണേലും വീഴാമെന്നുള്ള അതിനെല്ലാം കാരണം അവിടെയുള്ളൊരു പൊളിറ്റിക്കൽ കൾച്ചറാണ് ഇതിൻ്റെ ഭാഗം. കോൺഗ്രസിനകത്ത് ശക്തമായി ആദർശ അടിത്തറയുള്ളവരെ അണിനിരത്തി പാർട്ടി ശക്തിപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്മജ പറയുന്നുണ്ട് പലരും ഇനി ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുവരും, ചില പേരുകൾ അവർ സ്വകാര്യ സംഭാഷണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പത്മജയുടെ ആഗ്രഹം അതാണ്, അതിൻ്റെ ഭാഗമായി ഞാൻ പോയി എന്ന് വരുത്താൻ പറയുന്നതാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ VD സതീശൻ ഒരു കാര്യം പറഞ്ഞു. പത്മജയെ BJPയിൽ എത്തിച്ചത് ഒരു റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഈ സർക്കാരിൻ്റെ ചില പദവികൾ വീണ്ടും വിരമിച്ച ശേഷവും പറ്റുന്ന ഒരാളാണെന്ന്. അങ്ങനെ വല്ല സംശയമുണ്ടോ? അല്ലാതെ അദ്ദേഹം പറഞ്ഞതിൽ ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ബെഹ്റയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നതെന്നാണ് ചോദ്യങ്ങൾ. ലോക്നാഥ് ബെഹ്റ ഉദ്ദേശിച്ചാണ് ഈ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ലോക്നാഥ് ബെഹ്റ മോഡിക്ക് വേണ്ടി ഡൽഹിയിലും ഇവിടെയൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി
എന്താണ് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ പത്മജ ഇങ്ങനെ പോകുന്നു എന്നുള്ളൊരു ധാരണ കോൺഗ്രസിനുണ്ടായിരുന്നു, അതോ അവരെ തിരുത്തി പിടിച്ചു നിർത്താനായിട്ടുള്ള ശ്രമം വല്ലതും നടത്തി? കുറച്ച് നാളായിട്ട് അവർ പരാതിക്കാരിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ പോകുമെന്ന് ആരും വിചാരിച്ച് കാണില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ താങ്കൾ എ വിഭാഗത്തിൻ്റെ നേതാവാണ്. എന്തുകൊണ്ട് കെ കരുണാകരനോടൊപ്പം നിൽക്കാതെ എ കെ ആന്റണിയോടൊപ്പം നിന്നു? അന്ന് ഞങ്ങളൊക്കെ KSU യൂത്ത് കോൺഗ്രസ് ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ്. അന്ന് ഞങ്ങൾ ഒരു യഥാർത്ഥത്തിൽ അധികാരത്തിന് വേണ്ടിയല്ല അന്ന് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം, അധികാരമോഹം മാത്രമായിരുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചില ആദർശങ്ങൾ, മൂല്യങ്ങൾ, അതിൻ്റെയൊക്കെ പ്രതീകമായിരുന്നു എ കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി. ഞങ്ങളെല്ലാം ആ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അന്ന് തുടങ്ങിയ ഈ KSUവിലൂടെയുള്ള ആദർശപരമായ നിലപാട്, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് പിന്നീട് യൂത്ത് കോൺഗ്രസിലും വന്നപ്പോൾ തുടർന്ന്. പിന്നീടാണല്ലോ ഗവൺമെൻറ്റിൽ വന്ന അവസരത്തിൽ സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ചില ഏറ്റുമുട്ടലുകളുണ്ടായി. ഇപ്പോൾ താങ്കളുടെ പത്രമാണ് അതിനകത്തൊരു പ്രധാന ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത്, കേരള കൗമുദിയിലെ സംഭവം. ആ സന്ദർഭം മുതൽ അടിയോടിയുടെ വിഷയം, അതെ, ആ വിഷയത്തോടു കൂടി ഉണ്ടായിട്ടുള്ള ഒരു ധ്രുവീകരണം, ഗവൺമെൻറ് ഒരു ഭാഗത്ത്, പാർട്ടി ഒരു ഭാഗത്ത്. ഞങ്ങളെല്ലാം KPCC പ്രസിഡൻ്റായിരുന്നു എ കെ ആൻ്റണി എടുത്ത നിലപാടുകൾക്കൊപ്പം നിന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ നിലപാടിൽ കുറച്ച് പലരും മാറിപ്പോയി. ഈ പറഞ്ഞതുപോലെ ചിലർക്കൊക്കെ പിന്നെ ലീഡറുടെ കൂടെ നിന്നാൽ ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടും, ആനുകൂല്യങ്ങൾ കിട്ടും. ലീഡറും ആ കാര്യത്തിൽ ആളുകൾ ആശ്രിതവത്സരൻ. എ കെ ആന്റണി ഒരിക്കലും ആശ്രിതവത്സരനായിട്ടില്ലേ? ഒരിക്കലും ഇല്ല. അദ്ദേഹം സ്വന്തം മകന് വേണ്ടി പോലും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എ കെ ആന്റണി ആരുടെയും ശുപാർശ, അദ്ദേഹത്തിൻ്റെ ആദർശം, അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ രാഷ്ട്രീയം, അത് വച്ചുകൊണ്ട് തന്നെയാണ് അനുയായികളോട്. എന്നാൽ പക്ഷെ ലീഡറിന്റെ മകന് സീറ്റ് കൊടുക്കുന്ന അവസരം വന്നപ്പോൾ ആന്റണി അപ്പോൾ അതൊരു വലിയ ഒരു ഇൻഡിക്കേഷനാണ്. കാരണം പാർട്ടിക്കകത്ത് ഗ്രൂപ്പിൻ്റെ പേരിൽ ആന്റണി കടുത്ത നിലപാടുകൾ എടുക്കുന്ന ആളല്ല. പാർട്ടിയെ ഐക്യത്തോടെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കെ കരുണാകരൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അത് അംഗീകരിച്ചു. അതൊക്കെ പാർട്ടി നന്നായി കൂടുതൽ പാർട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനാണ്. എന്നാൽ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ മനഃപൂർവ്വം ഇതിന്ന് വെട്ടിമാറ്റാനോ തകർക്കാനോ ഒക്കെ ലീഡറുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ട്. അപ്പോൾ ആന്റണി വളരെ നിശബ്ദമായിട്ടാണ് അതിനൊക്കെ ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട്. ഈ പറഞ്ഞു വരുന്നതിൻ്റെ അന്തർധാര ഈ ആദർശങ്ങളിലും മൂല്യങ്ങളിലും ഒന്നും അടിയുറച്ച് നിൽക്കാതിരുന്ന ഒരു ലീഡറായിരുന്നു കെ കരുണാകരൻ എന്നല്ല എൻ്റെ അർത്ഥം. ലീഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി വളരെ വ്യത്യസ്തമാണ്. യുവാക്കളെയൊക്കെ അദ്ദേഹം രാഷ്ട്രീയ കോൺഗ്രസിൽ കൊണ്ടുവന്നു, ഒരുപാട് നേതാക്കളെ പല സ്ഥാനത്തും എത്തിച്ചു. അതിനെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് സർക്കാരിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റേതായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളോട് യോജിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനങ്ങൾ ചെയ്യും. പാർട്ടിയിലെ യുവതുർക്കികളായി അറിയപ്പെട്ട വയലാർ രവി തൊട്ടിങ്ങോട്ടുള്ള അങ്ങയുടെ അടക്കമുള്ള ഈ വിഭാഗമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും കെ കരുണാകരൻ എന്നുള്ള ലീഡറുടെ തന്ത്രങ്ങളോട് പിടിച്ചു നിൽക്കാൻ എളുപ്പമായിരുന്നു. കാരണം വയലാർ രവിയെ വെച്ച് അദ്ദേഹം ആന്റണിയെ വീഴ്ത്തിയില്ലേ? അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ഈ ആദർശം അവരുടെ കൈമുതലായിട്ടുണ്ടെങ്കിലും അവരവരുടെ നിലനിൽപ്പ്, അവരവരുടെ സ്ഥാനമാനങ്ങൾ, അവരവരുടെ ഇമേജും ഉണ്ടോ? ഓരോ ഇമേജും എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ഇപ്പോൾ വയലാർ രവിയെ സ്ഥാനാർത്ഥിയാക്കിയത് എ കെ ആന്റണിയെ പരാജയപ്പെടുത്തണം. അതിന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം വളരെ തന്ത്രശാലിയായ, വളരെ ഷ്രൂഡ്, ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. പ്രായോഗിക രാഷ്ട്രീയം കെ കരുണാകരനിൽ നിന്ന് വേണം ആരും പഠിക്കാൻ. ആ നിലയിൽ അദ്ദേഹം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്. ഇന്നത്തെ പുതിയ നേതൃത്വത്തിൽ അതുപോലുള്ള ആൾക്കാരുടെ അഭാവം വളരെ പ്രകടമായ കാലം കൊണ്ടാണ് ഒരു കെ കരുണാകരൻ ഉണ്ടായത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കാലം ചെല്ലുമ്പോൾ അവരുടെ പരിചയസമ്പന്നത ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി അടുത്ത കാലത്തല്ലേ നമ്മൾ വിട്ടുപോരുന്നത്. പക്ഷേ കെ കരുണാകരന് പോലും ഭയമുണ്ടായിരുന്ന ഒരു നേതാവ് ഉമ്മൻചാണ്ടി. കാരണം അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിന് മറുതന്ത്രം അതുപോലെ പ്രയോഗിക്കാനുള്ള ചാതുര്യം ഉമ്മൻചാണ്ടിക്കുണ്ട്. ആന്റണി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടിടത്ത് അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അനാവശ്യമായി ഒരു ഏറ്റുമുട്ടൽ നടത്തി പാർട്ടിയിൽ ഐക്യം തകർക്കാൻ ആന്റണി ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ്, താങ്കൾക്ക് തോന്നിയോ ഇത് എ കെ ആന്റണിയുടെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിൽക്കേണ്ടിയിരുന്നില്ല, ലീഡറോടൊപ്പം നിന്നാൽ മതിയായിരുന്നില്ല? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ വളരെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ടി വിയിൽ വരുമല്ലോ, ഒരു ഘട്ടത്തിൽ ലീഡർ
എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഏത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുക. അത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ DCC പ്രസിഡന്റന്മാർ, ഞാനന്ന് ഇവിടെ തിരുവനന്തപുരത്ത് DC പ്രസിഡന്റാണ്, ഞാനന്ന് MLA-യുമാണ്. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം വക്കം പുരുഷോത്തമനോട് പറഞ്ഞു, എന്നെ കൂടി പുള്ളിയുടെ ഒപ്പം നിർത്താൻ നോക്കണം. കാരണം വേറെ ഒന്നുമല്ല, എന്നെ വീണ്ടും. അപ്പം ഞാനൊരു തമാശയുടെ ലീഡറോട് എല്ലാം എന്ത് കാര്യങ്ങളും തമാശന് പറയാൻ സ്വാതന്ത്ര്യം എനിക്ക് അദ്ദേഹം തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ DCC പ്രസിഡൻ്റായിട്ട് വീണ്ടും വരാൻ വേണ്ടി ഞാൻ ആൻ്റണിയിൽ നിന്ന് മാറി താങ്കളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അപ്പം ചോദിച്ചു, തനിക്ക് എന്ത് വേണം? KPCC പ്രസിഡൻ്റായിട്ട് ലീഡർ എന്നെ പിന്നെ പിന്താക്കിയാൽ ഞാൻ വരാം. പുള്ളി പൊട്ടിച്ചിരിച്ചു. ആ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വയലാർ രവിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. മനസ്സിലായി? അതുപോലെ സുധീരനെ മന്ത്രിസഭയിൽ എടുക്കണമെന്ന് ആൻ്റണി പോയി പറഞ്ഞു. അദ്ദേഹം സുധീരനെ എടുക്കാൻ പറ്റില്ല, വേറെ വല്ല പേരുണ്ടോ എന്ന് ചോദിച്ചു. ആൻ്റണി ഇറങ്ങിപ്പോന്നു. ആൻ്റണി ഒരു പേരും പറയില്ല. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ലീഡറുടെ വീട്ടിൽ നിന്ന് ഫോൺ വരിക, അടിയന്തരമായി കാണണം. ഞാൻ അന്നത്തെ അദ്ദേഹം കണ്ടോൺമെൻറ് ഹൗസിൽ പോകും. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതുള്ളൂ, സുധീരൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ആൻ്റണിക്ക് പറയാൻ, ചെറുപ്പക്കാരൻ തൻ്റെ പേരെന്താ പറയാത്തത്? പറഞ്ഞു, എൻ്റെ പേര് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ആൻ്റണിയല്ലേ പറയേണ്ടത്, വേറെ പേരൊന്നും പറയാത്തതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അന്ന് പറഞ്ഞതാണ്, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അസത്യം, താൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയാൽ തൻ്റെ കാര്യം ഞാൻ ആലോചിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നിലപാട് മാറ്റാനൊന്നും ഞാനില്ല, ലീഡർക്ക് എന്നെ മന്ത്രിയാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആക്കാം എന്ന് പറഞ്ഞ് ഞാൻ തമാശ. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ലീഡർ ഈ 1-2 സന്ദർഭങ്ങൾ എനിക്കറിയാം. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം പാർലമെൻ്ററി പ്രവർത്തനത്തിൽ അദ്ദേഹം ലീഡറായിരിക്കുമ്പോൾ ഞാൻ വിപ്പായിരുന്നു, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരുന്നു. പ്രതിപക്ഷത്ത് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിക്കുമായിരുന്നു. ഭരണപക്ഷത്ത് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ലീഡറാണല്ലോ, പാർട്ടി ലീഡറാണല്ലോ, ആര് ഏത് വിഷയത്തിൽ പ്രസംഗിക്കണം എഴുതി കൊടുക്കേണ്ടത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഹോമിലും അതുപോലെ ജനറൽ അഡ്മിനിസ്ട്രേഷനിലും എല്ലാം എന്നെ പ്രസംഗിക്കാൻ വിളിക്കും. അപ്പോൾ പാർട്ടിക്കകത്ത് പരാതി വന്നു പലരും, PP ജോർജ് മാഷ് പോലുള്ളവർ, എല്ലാത്തിലും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ തീരുമാനമാണ്. അങ്ങനെയെല്ലാം അദ്ദേഹം എന്നോട് വാത്സല്യവും സ്നേഹവും കാണിച്ചു. എനിക്കും അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ പോലുള്ള പാരമ്പര്യമുള്ള ഒരു നേതാവ്, ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയൻ, ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം അതീതമായിട്ടായിരുന്നു. കെ കരുണാകരൻ അത്ര ഒരു വിശ്വാസം അങ്ങേൽ പുലർത്തി. മറിച്ച് ഇപ്പോൾ എന്നും ആൻ്റണിയുടെ ഒരു എന്താ പറയുന്നത്, തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് പോലും ചെയ്യുന്ന ആ ഒരു സന്തത സഹചാരി എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ അങ്ങ് UDF കൺവീനറായെങ്കിലും ഇപ്പോൾ ആയി, KPCC പ്രസിഡൻ്റായി, മന്ത്രിയായി, പല പദവികളും വഹിച്ചു. പക്ഷേ താങ്കളും ആ ഒരു മുൻനിരയിൽ നിൽക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഇതിലും കൂടെ വലിയ എത്രയോ സ്ഥാനങ്ങൾ അർഹതപ്പെട്ട, അതനുസരിച്ച് ആൻ്റണിയിൽ നിന്നൊരു അനുകൂല സമീപനം ഉണ്ടായിരുന്നു. ആൻ്റണി എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലല്ലേ ഞാനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഈ ലീഡറുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ സഹായം ചെയ്തതിൻ്റെ ലിസ്റ്റൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നോട് ഏറ്റവും വലിയ നീതി പുലർത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നാണ് എനിക്കതേക്കുറിച്ച് പറയാനാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുമ്പോൾ മുന്നണി കൺവീനർ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ലീഗ് ഇത്തവണ ഒരു സീറ്റ് അധികം ചോദിച്ചു, പക്ഷേ അവർക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തു. അത് കിട്ടാൻ വേണ്ടിയുള്ളൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നെന്ന് പറയുന്നവരുണ്ട്. എത്രമാത്രം ശരിയാണെന്നത് ലീഗും സമസ്തയും തമ്മിലുള്ള ഒരു ചെറിയ ഭിന്നത ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ ജയസാധ്യതയെ ദോഷകരമായി ബാധിക്കില്ലേ? ഒരിക്കലും ബാധിക്കില്ല. അപ്പം ലീഗ് ഒരു 3-ാം സീറ്റ് ചോദിച്ച് തീർച്ചയായിട്ടും കുറേ കാലമായിട്ട് എല്ലാ കഴിഞ്ഞ തവണയും ചോദിച്ചാണ്, പുതിയ കാര്യമല്ല. കഴിഞ്ഞ തവണയും ഒരു സീറ്റ് ചോദിച്ചു. പക്ഷേ ലീഗിന് ഒരു സീറ്റ് കൂടെ ചോദിക്കാനെല്ലാം ഉള്ള അർഹതയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നത്തെ നിലയിൽ ഒരു സീറ്റ് കൊടുക്കാൻ നിവർത്തിയില്ല. കാരണം ഏതെങ്കിലും 16 സിറ്റിംഗ് MP-മാരെ മത്സരിപ്പിക്കാനാണെന്ന് ഞങ്ങൾ ആലോചിച്ചു. ആ സമയത്ത് ഏതെങ്കിലും ഒരു സിറ്റിംഗ് MP-യെ മാറ്റിയാലല്ലേ ഒരു സീറ്റ് കൊടുക്കാൻ പറ്റൂ. ആ കൊടുക്കാൻ ഞങ്ങൾ അത്തരം ഒരു ചർച്ചയിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് പണ്ട് ലീഗിലായിരുന്നു. പിന്നീട് വളരെ വർഷം മുമ്പ് ലീഗ് അത് തിരിച്ച് കോൺഗ്രസ്സിൽ വന്നതാണ്. വടകര സീറ്റ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതവർക്ക് വേണ്ട എന്ന് പറഞ്ഞത്. അവർ തന്നെ 3-ാമത്തെ സീറ്റിൻ്റെ കാര്യത്തിൽ ആവശ്യം ഉന്നയിച്ചു. അന്ന് അവർക്ക് തന്നെ ഈ സീറ്റുകൾ തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ നിലവിലുള്ള അവരുടെ ആഭ്യന്തര കാര്യമാണ് അവരാണ് പറയേണ്ടത്. നിലവിലുള്ള 2 സ്ഥാനാർത്ഥികളിൽ അവർക്ക് ഏതെങ്കിലും ഒരു യുവാവിനെയോ അല്ലെങ്കിൽ സീനിയറായിട്ട് അതുണ്ടാവും.
അപ്പോൾ അവർ ഈ സാധ്യത ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അവർ രാജ്യസഭാ സീറ്റ് ചോദിച്ചത്. ഞങ്ങൾക്ക് വാസ്തവത്തിൽ രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ ചർച്ചയെങ്കിലും അവർ ഈ കാര്യത്തിൽ അവർക്ക് വളരെ തീവ്രമായിട്ടുള്ള അവരുടെ ഒരു വികാരം അവർ പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ, കാരണം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് ഈ മുന്നണിയുടെ നിലനിൽപ്പിനും ഭാവിയിൽ UDF അധികാരത്തിൽ വരാനും ആവശ്യം, അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷെ ലീഗിനെ എപ്പോഴും ചാക്കിടാൻ വേണ്ടി CPM വളരെ പല ഡയലോഗുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും ഇടതു മുന്നണി നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത് പോലെ ലീഗ് കൂടെ ഉണ്ടെങ്കിലേ ജയിക്കൂ എന്ന ഒരു പരാജയബോധമാണല്ലോ അവരെ മാടി വിളിക്കുന്നത്. ലീഗിലെ ഒരു വിഭാഗത്തിന് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചാഞ്ചാട്ടമുണ്ട്. അതൊന്നും അല്ല, സൗഹൃദമുള്ളത് കൊണ്ടൊന്നും കുഞ്ഞാലിക്കുട്ടിയും ഒറ്റപ്പെടുത്തിയൊന്നും ഈ കാര്യത്തിൽ കാണണ്ട. മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനം, അതിൻ്റെ അവസാന വാക്ക് നമ്മുടെ സാദിഖ് അലി തങ്ങളാണ്. അതിനപ്പുറത്തും ഒന്നും കുഞ്ഞാലിക്കുട്ടിയോ മറ്റൊരു നേതാവോ പോവില്ല. അവരുടെ മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയാവുന്നവർ ഇങ്ങനെ ഇത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും, മാർക്സിസ്റ്റുകാരും പ്രചരിപ്പിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ കൊല്ലത്ത് RSP സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും NK പ്രേമേന്ദ്രനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി മോദിയോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നുള്ള CPM വലിയ വിവാദമാക്കുന്നത്. അതൊക്കെ ബോധപൂർവം ഈ മാർക്സിസ്റ്റുകാരും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് പ്രേമേന്ദ്രനോടും RSPയോടും. കാരണം ഇടതു മുന്നണിയിൽ നിന്ന് RSP കഴിഞ്ഞ അദ്ദേഹത്തെ മറ്റേ പിണറായി വിജയൻ പോയി എന്താണ് ഒരു പദപ്രയോഗം നടത്തിയല്ലോ, അതെ, കൊല്ലത്ത് അതാണല്ലോ അദ്ദേഹത്തിന് അന്ന് വിജയം കരുത്തമാക്കി. പാർലമെൻറ്റിനകത്ത് ഈ BJPയെയും മോഡിയെയും ഫാസിസത്തെയും ഇത്രയും ശക്തിയായിട്ട് എതിർക്കുന്ന പ്രേമേന്ദ്രനെ പോലൊരാളെക്കുറിച്ച് എതിര് പറയാൻ ഒന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ തവണ പറഞ്ഞു അദ്ദേഹത്തിന് BJP വോട്ട് ചെയ്തു. അപ്പോൾ പ്രധാനമന്ത്രി വിളിക്കുന്നു, പാർലമെൻറ്റിലെ ലോക്സഭയിലെ ശ്രദ്ധേയനായ മെമ്പറല്ലേ, അദ്ദേഹത്തോട് പ്രധാനമന്ത്രി എന്നല്ല ആഫീസിൽ നിന്ന് വിളിക്കുന്നു, ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചാൽ മുഖം കറുപ്പിച്ച് മാറി നിൽക്കണം. അങ്ങനെ അതിന് പോയാൽ ഒരാൾ പിന്നെ BJP ചേർന്നിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ. ആരാണ്? അതിലൊരു MP BJP ചേർന്നു. പിന്നെ പ്രേമേന്ദ്രനെ പോലെ ഒരാളെ ഒരു അറിയാവുന്നവരോ അല്ലെങ്കിൽ RSPയുടെ രാഷ്ട്രീയം മനസ്സിലാക്കിയവരാരും ഈ മാർക്സിസ്റ്റുകാരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയ ഈ ആരോപണമൊന്നും ആരും വിശ്വസിക്കും. ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന UDF എന്തുകൊണ്ട് ജനങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം? ഇന്ത്യ രാജ്യത്ത് BJPയുടെ അല്ലെങ്കിൽ വർഗീയ ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കണം. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും വീണ്ടെടുക്കാനാണ്. ഇന്ത്യ നിലനിൽക്കണമോ അതോ ഈ രാജ്യത്തിൻ്റെ ഈ മതരാഷ്ട്രമായി ഇന്ത്യ മാറണോ? ആ ചോദ്യമാണ് പ്രധാനം. പിന്നെ ഈ 10 കൊല്ലം കൊണ്ട് ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെ താറുമാറാക്കിയില്ലേ? വിലക്കയറ്റം, അഴിമതി, അക്രമം, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് ഈ മോദി ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ, എത്ര 2 കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര കൊടുത്തു? 10-20 കോടി കൊടുക്കണ്ടേ? കൊടുത്തോ? മാത്രമല്ല കൃഷിക്കാരോട് പറഞ്ഞത് എന്താ? അവരുടെ പിന്നെ കൃഷിയുടെ ചിലവും അതിൻ്റെ ഇരട്ടി താങ്ങുവില കൊടുത്തോ? കൃഷിക്കാർക്ക് അവരുടെ അവകാശത്തിന് വേണ്ടി ഒരു പ്രകടനം നടത്താൻ പോലും ഈ ജനാധിപത്യ രാജ്യത്ത് അനുവാദം കൊടുക്കുന്നില്ല. ഇന്ത്യയിലെ തൊഴിലാളി വർഗം അവർ ചോര ചൊരിഞ്ഞ് രക്തം വിയർപ്പാക്കി നേടിയെടുത്ത അവകാശങ്ങളെല്ലാം അട്ടിമറിച്ചു. ഈ 44 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി 4 കോടാക്കി മാറ്റി. ഏത് ജനവിഭാഗത്തിലാണ് ഇവർ കൊടുത്ത ഗ്യാരണ്ടി? 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുത്തോ? ഇപ്പോൾ എത്രയായി? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലക്കയറ്റം രാജ്യത്തുണ്ടാക്കിയ അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റം, ഡീമോണിറ്റൈസേഷൻ നടത്തി ഇന്ത്യൻ സാധാരണക്കാരൻ്റെ ഇന്നിപ്പോൾ പാചകവാതകത്തിൻ്റെ വില 100 രൂപ കുറച്ചിട്ടുണ്ട്. അതൊക്കെ ഇലക്ഷന് വേണ്ടിയിട്ടല്ലേ? നേരത്തെ സംസ്ഥാനങ്ങളിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർത്തു, ഇന്ത്യൻ ജനജീവിതത്തെ. പിന്നെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കുന്നു. പക്ഷേ മോദിയെ വിമർശിക്കുമ്പോഴും ബദൽ നേതാവ് ആരാണെന്നുള്ള ചോദ്യത്തിന് ബദൽ നേതാവ് അങ്ങനെ അതില്ലേ? ബദൽ നേതാവ് വളരെ വ്യക്തമല്ലേ? രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ബദൽ നേതാവിനെ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് നേതാക്കൾ പോലും അംഗീകരിക്കുന്നു. അതല്ല, അത് ആര് പറഞ്ഞു? അതൊക്കെ വാർത്തകളല്ലേ. കോൺഗ്രസ്സിന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് ജയിച്ചു വന്നാൽ ആ ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾ തന്നെ പറയുമല്ലോ ആര് നയിക്കണമെന്ന്. കോൺഗ്രസ്സിന് തന്നെ സാധ്യതകൾ ഇനിയും ഉണ്ട്. തള്ളിക്കളയണ്ട. കാരണം നിങ്ങൾ ഇവർ ഈ കണക്കൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താ പറയുക, അവർക്ക് ഈ എല്ലാ
സ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും എല്ലാം അവരുടെ കയ്യിലാണ്. ഇലക്ഷൻ കമ്മീഷൻ അവരുടെ കയ്യിലാണ്. ഒരു കാര്യം എല്ലാവർക്കും അറിയാം, ഈ ഇലക്ട്രോണിക് യന്ത്രം മാറ്റി ബാലറ്റ് പേപ്പറാക്കണമെന്ന് പറഞ്ഞതിന് ഏറ്റവും ശക്തിയായിട്ട് എതിർക്കുന്നത് BJP ആണ്. എന്തുകൊണ്ടാണ്? കോടതിയിൽ കേസ് പോയി. മുമ്പ് കപിൽ സിബിലാണ് കേസ് പറഞ്ഞത്. ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം ഉണ്ടായിട്ടുണ്ട് എന്ന് അതിനുവേണ്ടി ആപ്പുണ്ടാക്കിയ ആൾ പറഞ്ഞു. അയാൾ അതാണ് കിടത്തി. പക്ഷെ എന്നാലും കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ മറിച്ചുള്ള അതാണ് തന്ത്രം. കർണാടകയിലും കേരളത്തിലും തെലങ്കാനയിലും BJPക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കില്ലല്ലോ ഈ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത്. വോട്ടിംഗ് യന്ത്രത്തിലൂടെ തിരിമറി നടത്തി ഉറപ്പല്ലേ? അത് ഉറപ്പാണ്. അങ്ങനെ അവർ വീണ്ടും വരുമെന്നാണ്. അതെ, അതാണല്ലോ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടല്ലോ 370. ഈ മാജിക്കൽ നമ്പർ അദ്ദേഹം എന്തിനാ പറയുന്നത്? ഭൂരിപക്ഷത്തിന് 370 വേണം. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. കോടതിയിൽ കേസ് കൊടുത്തെടുത്ത് ദൂരെ കളഞ്ഞില്ലേ? ഈ മാത്രമല്ല, അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. രാഷ്ട്രീയ കക്ഷികളൊക്കെ ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ടിരിക്കുക. ഇത് എല്ലാം അവരുടെ കയ്യിലല്ലേ കോടതിയിൽ ഉത്തരവ് വരുന്നത് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് BJPക്ക് ജനങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വർഗീയതയിലുള്ളവരുടെ വർഗീയ വികാരം ആളിക്കത്തിക്കാനും തെരഞ്ഞെടുപ്പിനകത്ത് കൃത്രിമം ഉണ്ടാവും. ഞാൻ ബലമായി സംശയിക്കുന്ന ആളാണ്. ദേശീയ നേതാക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം BJPയുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങളുണ്ട്. പട്ടാളവും പോലീസും സിവിൽ സർവീസും അവരുടെ കയ്യിലാണ്. അവർക്ക് എന്ത് കൃത്രിമം കാണിക്കാനുമുള്ള ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ സ്വതന്ത്രമായി വോട്ട് ചെയ്താൽ ഒരിക്കലും BJP വീണ്ടും അധികാരത്തിൽ വരില്ല. ഇന്ത്യ സഖ്യം തന്നെ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും. അപ്പോൾ കേരളത്തിൽ 2020 ഉറപ്പല്ലേ? കേരളത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിൽ എന്തിന് LDFനെ ജയിപ്പിക്കണം? ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി എന്താ? LDF പറയുന്നത് LDF ജയിക്കുന്നവർ LDF ആയിട്ട് അവിടെ കാണും, മറിച്ച് കോൺഗ്രസ് ജയിച്ചാൽ നേരെ BJP പോകാൻ. LDF ആയിട്ട് അവർ കേരളത്തിൽ നിന്ന് പോകുന്നവർ മാത്രമേ കാണുള്ളൂ. അവർക്കൊന്നും കേരളത്തിൽ നിന്ന് പോകുന്ന LDFകാർ 1-2 പേര് പോകുമെന്നാണല്ലോ അവർ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ എന്തായാലും കേരളത്തിൽ നിന്ന് ആരും പോകില്ല. കേരളത്തിൽ നിന്ന് ലോക്സഭ പാർലമെൻറ്റിൽ ഉണ്ടാകുന്നത് രാജ്യസഭയിലെ CPMകാരും CPIക്കാരും മാത്രമായിരിക്കും. അപ്പോൾ താങ്കളുടെ കണക്കൂട്ടലുകളും പ്രതീക്ഷകളും നിറവേറട്ടെ. എല്ലാ ആശംസകളും.